വിനീത് ശ്രീനിവാസന്റെ പടം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷയാണ്. കാരണം വേറൊന്നുമല്ല, പുള്ളിയുടെ പടങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടാറുണ്ട്. പുള്ളിയുടെ 6 പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ തന്നെയാണ്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മലർവാടി ആർട്സ് ക്ലബ്ബ്, ഹൃദയം, പിന്നെ വടക്കൻ സെൽഫി. മറ്റ് സിനിമകൾ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, വടക്കൻ സെൽഫി പുള്ളി എഴുതിയതാണ്. പുള്ളി ഓരോ സിനിമ ചെയ്യുന്നതും വർഷങ്ങളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അങ്ങനെ ഹൃദയം വരെ എത്തി നിൽക്കുന്നു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിലോട് കൂടി ഒരു സിനിമ വരികയാണ്. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് തന്നെ ഭയങ്കര ത്രില്ലായിട്ടാണ് തോന്നിയത്. അതായത് ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് വേറെ, അജു വർഗീസ്, നീരജ് മാധവ്, ബേസിൽ, നിവിൻ പോളി, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ടീസർ ഇന്ന് ഇറങ്ങി. ടീസർ കണ്ടപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാൽ സംഭവം സിനിമക്കുള്ളിലൊരു സിനിമാ കഥയായിട്ടാണ് എൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തോന്നിയത്. അതായത് 2 ചെറുപ്പക്കാർ സിനിമ ആഗ്രഹിച്ച് നടക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് പോസ്റ്ററിൽ എനിക്ക് തോന്നിയത്. ടീസർ ഇറങ്ങിയപ്പോൾ ഒരു ഒരു സംഭവം അത് തന്നെയാണ്. ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ ഒരു ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ച് നടക്കുന്നൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി സിനിമ ചെയ്യാൻ നടക്കുന്നൊരു ആള്. അപ്പോൾ ഈ പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടറും ഈ ധ്യാനിന്റെ ക്യാരക്ടറും തമ്മിലുള്ളൊരു ഇവരാണ് മെയിൻ ലീഡായിട്ട് പോകുന്നതും. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോംബോയും അതാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് വർക്കൗട്ട് ആയത്. ഇതെങ്ങനെയായിരിക്കും സ്ക്രീനിൽ ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഒരു വെറൈറ്റി കോംബോ ആണല്ലോ. അപ്പോൾ അതെങ്ങനെ വരുമെന്നുള്ളൊരു ഒരു ഫീലായിരുന്നു ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. രണ്ടുപേരും ടീസറിൽ നല്ല രസമായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനൊക്കെ കസറാൻ പറ്റിയൊരു സംഭവമായിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. പുള്ളിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രണവ് മോഹൻലാലിലേക്ക് വരുമ്പോൾ ഒരു സാധനം രസമുണ്ട്. ഡയലോഗ് ഡെലിവറിയൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഹൃദയത്തിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ ഒരു ചെറിയൊരു സംഭവം മാറ്റം ഉള്ള പോലെയൊക്കെ തോന്നി. എവിടെയൊക്കെ ഒരു ലാലേട്ടൻ ചേഷ്ടകളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറായിട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് വേറെ, ബേസിൽ, അശ്വത്ത്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ തന്മാത്രയിൽ അഭിനയിച്ച മറ്റേ പുള്ളിയുണ്ട്. ഒരുപാട് അജു വർഗീസ്. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു പഴയ കാലഘട്ടം, ഒരു 90s 80s സംഭവം അതൊക്കെ വെച്ചിട്ടൊരു മൊത്തത്തിലൊരു പാക്കേജ് തന്നെയായിരിക്കും സിനിമ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ ഷാൻ റഹ്മാനെ കണ്ട് അതൊരു രസമായിട്ടുള്ള പരിപാടിയായിട്ടാണ് തോന്നിയത്. അതായത് പുള്ളിയുടെ കണ്ണിലൊക്കെ നല്ലൊരു എക്സ്പ്രഷൻ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി 2-3 സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി രസകരമായിട്ട് വരുമെന്ന് തോന്നുന്നു. പിന്നെ നിവിൻ പോളി ഇതിനകത്തൊരു ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. ടീസറിൽ കാണിക്കുന്നുണ്ട്. അത് സംഭവം രസമായിട്ട് വരുമെന്ന് തോന്നണം. കാരണം നിവിൻ പോളി ഇതിലൊരു സൂപ്പർ സ്റ്റാറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, ഒരു ആക്ടറായിട്ട്. അപ്പോൾ അവസാനം ഇതിൽ പറയുന്നുണ്ട് നെപ്പോട്ടിസം, ഗ്രൂപ്പിസം, കോക്കിസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ പൊളിഞ്ഞു നിൽക്കുന്നതായിട്ട് പിന്നെ വേറെ കുറേ ആൾക്കാർ അങ്ങനെ വന്നിട്ട് പുള്ളി സൈഡായി പോകുന്നത് അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ബേസിലിൻ്റെ കാര്യം, ബേസിലൊരു ഡയറക്ടറായിട്ടാണ് അതിൽ നമുക്ക് തമ്പനയിലിൽ കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് പോസ്റ്ററിൽ. പിന്നെ കല്യാണി ഉണ്ട്. കല്യാണിയും പ്രണവും തമ്മിലുള്ള വീണ്ടും ഒരു 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 കെമിസ്ട്രി ഇതിലും കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പഴയ കാലഘട്ടമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രെയിലർ വരട്ടെ, ട്രെയിലർ കാണാം. അപ്പോൾ ഏപ്രിലാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാം. പടം പൊളിക്കട്ടെ.